ഭരണഘടനാ ഭേദഗതി ബില്ലിനെ ചൊല്ലി ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷാംഗങ്ങൾ ബില്ലുകൾ കീറിയെറിഞ്ഞു. ഭരണഘടനയുടെ 130-ാം ഭേദഗതി ബില്ല്, കേന്ദ്ര ഭരണ പ്രദേശ ഭേദഗതി ബില്ല്, ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല് എന്നിവ 31-അംഗ JPCക്ക് വിട്ടു. വലിയ ബഹളമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ആദ്യം അവതരണാനുമതി തേടിക്കൊണ്ടുള്ള പ്രസംഗത്തിന് നിരാകരണ പ്രമേയമാണ് പ്രതിപക്ഷം നൽകിയത്. NK പ്രേമചന്ദ്രൻ, മനീഷ് തിവാരി, KC വേണുഗോപാൽ, അസദുദ്ദീൻ ഒവൈസി എന്നിവരാണ് നിരാകരണ പ്രമേയം നൽകുകയും ബില്ലിനെതിരെ സംസാരിക്കുകയും ചെയ്തത്. ബില്ല് കൃത്യസമയത്ത് അംഗങ്ങൾക്ക് നൽകിയില്ല. അതുകൊണ്ട് തന്നെ ബില്ല് അവതരണത്തിൽ ക്രമം പ്രശ്നമുണ്ട് എന്നാണ് NK പ്രേമചന്ദ്രൻ ആരോപിച്ചത്. ഇതിനെ തുടർന്ന് JPCയിൽ ഇത് വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് പറയുകയും വലിയ ബഹളത്തിൽ സഭ നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും 3 മണിക്ക് ചേർന്നപ്പോൾ സഭയിലേക്ക് മാർഷലുകളെ അല്ലെങ്കിൽ വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂകി വിളിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ എതിരേറ്റു. ഒടുവിൽ സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷം ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങുന്നത് തടയാനുള്ള മാർഷലുകളുടെ ശ്രമത്തെ പിന്നീട് സ്പീക്കർ തന്നെ തടയുകയും മാർഷലുകൾ തിരിച്ചു കയറുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ ബില്ല് വലിച്ചു കയറി പ്രതിപക്ഷങ്ങൾ എറിയുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. വലിച്ചെറിഞ്ഞ കടലാസ് കഷ്ണങ്ങൾക്കിടയിൽ കല്ലുമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ BJP അംഗങ്ങൾ ആരോപിക്കുന്നത്. എന്തായാലും വലിയ ബഹളത്തിനിടയിൽ സഭയിൽ നടുത്തളത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടയിൽ 3 ബില്ലുകളും അവതരിപ്പിക്കുകയും JPCക്ക് വിടുകയും ചെയ്തിരിക്കുന്നു.